1.5 മാസമായിട്ടേ ഉള്ളൂ വി.ഡി. സതീശൻ അധികാരമേറ്റിട്ട്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ 49% ഓഹരി വാങ്ങാനുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ, ഇത് സംബന്ധിച്ച് അവരുടെ ആലോചനകൾ, ഒരു 2 വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് അല്ലേ. 13,000 കോടിയുടെ ഇടപാടാണ്. 13,000 കോടിയുടെ ഒരു ഇടപാടാണ്. 13,000 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് MSC കമ്പനി. ഇത് ഒരാഴ്ചയുണ്ടോ 2 ആഴ്ചയുണ്ടോ 1 മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ ഒക്കെ നടക്കുമോ? ഇതാണ് ഏറ്റവും പ്രാഥമികമായി അന്തംഗമികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന്റെ തെളിവായിട്ട് സതീശൻ ഇന്നലെ ദേശാഭിമാനി പത്രം ജൂൺ 5 ദേശാഭിമാനി പത്രം എടുത്തു കാണിച്ചു. ജൂൺ 5 ദേശാഭിമാനി പത്രത്തിൽ, അതായത് നിങ്ങൾ ആലോചിക്കണം, മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്നത്. സതീശന് തുറമുഖ വകുപ്പ്, സതീശൻ ധനകാര്യമന്ത്രി, സതീശന് നിയമം തുടങ്ങിയ വകുപ്പുകളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്തെങ്കിലും നമ്മൾ 18 എന്ന് പറയാ ഡേറ്റ് വെക്കാം. മെയ് 18 അധികാരമേൽക്കുന്നു സതീശൻ മന്ത്രിസഭ. ജൂൺ 5 മെയ് 18 ശേഷം ജൂൺ 5 എത്ര ദിവസം ഉണ്ട്? 12 ഉം 4 ഉം 16 ദിവസം എന്ന് പറഞ്ഞ 2 ആഴ്ച അല്ലെ. 2 ആഴ്ച കഴിഞ്ഞിറങ്ങിയ ദേശാഭിമാനി പത്രമാണ് പറയുന്നത് MSC കമ്പനി അദാനിയുടെ ഷെയർ വാങ്ങാനുള്ള ചർച്ച ഊർജിതപ്പെടുത്തി. MSC കമ്പനി വിഴിഞ്ഞത്ത് അവരുടെ ഒരു ടെർമിനൽ സ്ഥാപിക്കും. അവര് ഈ അദാനിയുടെ 49% ഷെയർ വാങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് സതീശൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ. അപ്പൊ സതീശൻ പറയുകയാണ്, അദാനി കമ്പനിയും MSCയും ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്ന കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ജൂൺ 5 തന്നെ നിങ്ങൾ പബ്ലിഷ് ചെയ്താണ്, നിങ്ങൾക്കറിയാം. അതിനുശേഷമാണ് ഇവര് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നത്. ജൂൺ 5 ദേശാഭിമാനിയിൽ വാർത്ത വരുന്നതിന് മുമ്പ് ജൂൺ 1 എക്കണോമിക് ടൈംസിൽ ഈ വാർത്ത വന്നു. എക്കണോമിക്സ് ടൈമിൽ വാർത്ത വന്നു. അതിനുശേഷം ജൂൺ 3 മാതൃഭൂമി പത്രത്തിലും ഈ വാർത്ത വന്നു. പിന്നീട് ജൂൺ 5 ദേശാഭിമാനിയിൽ വരുന്നത്. അപ്പൊ സതീശൻ കള്ളത്തരം പറഞ്ഞു. ഇവരിങ്ങനെ അനാവശ്യമായ, സതീശൻ എന്ത് കള്ളത്തരം പറഞ്ഞത്? സതീശൻ പറഞ്ഞു 5 ദേശാഭിമാനി പത്രത്തിൽ ഇതാ ഈ വാർത്തയുണ്ട്. അതായത് ഈ നേരത്തെ ചർച്ച തുടങ്ങിയതാണ്. ചർച്ച ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ആ ദേശാഭിമാനി പത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ LDF സർക്കാരിന്റെ കാലത്തെ, പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു, ഒരു വിഴിഞ്ഞം കോൺക്ലേവ്. അതായത് ബഹുരാഷ്ട്ര കുത്തകകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവ് ഇവർ നടത്തിയിരുന്നു. ആ കോൺക്ലേവിൽ MSC കമ്പനി പങ്കെടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ MSC കമ്പനി ആ കാലത്ത് തന്നെ, ഏത് കാലത്ത് തന്നെ, പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ MSC കമ്പനി അദാനിയുടെ ഷെയർ വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു എന്ന് ജൂൺ 5 പത്രം പറയുന്നു. അപ്പൊ ഇവർ പറഞ്ഞ സതീശൻ കള്ളത്തരം പറയാണ്. ജൂൺ 5 ദേശാഭിമാനി വരുന്നതിന് മുമ്പ് ഹൈക്കോർട്ടിലോ വരുന്നതിന് മുമ്പ് മാതൃഭൂമിയിൽ വന്നിരുന്നു. അതിനേക്കാൾ മുമ്പ് എക്കണോമിക്സ് ടൈംസിൽ വന്നിരുന്നു. അതിനിപ്പോ എന്താ? അതിപ്പോ സതീശൻ കള്ളത്തരം പറഞ്ഞതാ? സതീശൻ പറഞ്ഞത് എന്താണ്? ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ്? സോഴ്സ് നിങ്ങളാണ്, നിങ്ങൾക്കറിയാം. സോഴ്സ് നിങ്ങളല്ലേ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത്. MSC കമ്പനിയെ ഈ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചതാരാ? പറയടോ. MSC കമ്പനി വലിഞ്ഞു കയറി വന്നതല്ലല്ലോ. ഈ കോൺക്ലേവിലേക്ക് MSC കമ്പനിയെ ക്ഷണിച്ചതാരാ? പിണറായി വിജയനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ 1 വർഷമായപ്പോ ഈ ഡീലൊക്കെ നടക്കുന്നപ്പോ യഥാർത്ഥത്തിൽ ഡീലാരാ? ഡീല് പിണറായിയും അദാനിയും തമ്മിലല്ലേ? അല്ലെങ്കിൽ പിണറായിയും MSC കമ്പനിയും തമ്മിലല്ലേ? ഇതിൽ സതീശൻ എങ്ങനെ വരുന്നു? സതീശൻ ആകെ വന്നത് 1.5 മാസമായിട്ടുള്ളൂ. സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് സതീശൻ ചോദിക്കുന്നത്, എന്ത് തെറ്റാണ്? അവിഹിതമായി ഞാൻ എന്താണ് ഇതിൽ ഇടപെട്ടത്? മറ്റൊന്ന്, ഒരു മുഖ്യമന്ത്രിക്കും അവിഹിതമായി ഇടപെടാനില്ല. അത് സതീശൻ വളരെ കൃത്യമായി ഇന്നലെ ഈ മാധ്യമപ്രവർത്തകർ, ദേശാഭിമാനിയുടെയും കൈരളിയുടെയും മാധ്യമപ്രവർത്തകർ പറഞ്ഞു. ഈ കരാർ ഒപ്പിട്ടത് അങ്ങനെ ചോദിച്ചത്, കരാർ ഒപ്പിട്ടത് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാതെയാണ്, സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വാങ്ങിക്കാതെയാണ് കരാർ ഒപ്പിട്ടത്. സതീശൻ ചോദിച്ചു. സതീശനല്ല, അതിന്റെ മുമ്പേ ഈ നാട്ടിലെ വിവരമുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എടോ മണുഗുണാഞ്ചന്മാരെ, ഇനിയെങ്കിലും വിശ്വസിക്ക്, കരാർ ഒപ്പിട്ടില്ലടോ. MSC കമ്പനി 49% ഷെയർ, ഈ അദാനിയുടെ ഷെയറിൽ നിന്ന് 49% വാങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ആ കരാറിലേക്കുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ഒപ്പുവെക്കൽ നടന്നിട്ടില്ല. പിന്നെ നിങ്ങളെന്താ ഒപ്പുവെച്ചു എന്ന് പറയുന്നത്? അതാണെന്ന് സതീശൻ പറഞ്ഞത് ഇന്നലെ സതീശൻ പറഞ്ഞു, തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നടന്നിട്ടില്ലാത്തതിനാൽ. എന്താണ്? ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ
അതിന് ചില പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളാണ്. ആ രാജ്യത്തിന് ഇത്തരത്തിലുള്ള രണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ രണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ ഈ രീതിയിലുള്ള ഷെയർ വാങ്ങുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് ചില നടപടിക്രമങ്ങളുണ്ട്. അതാണ് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള ഒരു ധാരണാപത്രം വേണം, ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് വേണം. ആ ബൈൻഡിങ് അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് സെബിയെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികൃതരെ ഈ വിവരം അറിയിക്കണം. ഞങ്ങളിതാ ഷെയർ വിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. സെബിയെ അറിയിക്കണം. സെബി അറിയിച്ചു, അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രം ആരെ അറിയിച്ചാൽ മതി? സംസ്ഥാന സർക്കാരിനെ അറിയിച്ചാൽ മതി. അങ്ങനെ ഇവർ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. അതിന്റെ കൂടെ വേറൊരു വിശദീകരണ കത്ത് കൂടി കൊടുത്തു. ഇതൊക്കെ സർക്കാർ അതിനുശേഷം അതിന്റെ എംപവർ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവർ കമ്മിറ്റിയാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുകയാണ്. തീരുമാനിച്ചു കഴിഞ്ഞാൽ അദാനിയെ അറിയിക്കും, അദാനിക്ക് ക്ലിയറൻസ് കൊടുക്കും. അത് കഴിഞ്ഞാൽ അദാനി എന്ത് ചെയ്യണം? അടുത്ത് കേന്ദ്ര ഷിപ്പിംഗ് കോർപ്പറേഷനെ അല്ലെങ്കിൽ ഷിപ്പിംഗ് വകുപ്പിനെ, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന ഈ സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്ത പ്രത്യേക വകുപ്പുകളെ, ആ വകുപ്പുകളിൽ നിന്നൊക്കെ അവർ അംഗീകാരം നേടണം. ഇങ്ങനെ 6, 7, 8 സ്റ്റെപ്പുകളുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഇതിൽ ഒപ്പുവെക്കൽ നടക്കുള്ളൂ. ഇത് എത്ര പറഞ്ഞിട്ട് ഇവര് മനസ്സിലാകാഞ്ഞിട്ടല്ല, ഇവര് മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. ഇവരുടെ ഈ കോമാളിക്കളി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പറയുന്നത് കരാറായിട്ടില്ല. കരാറിന്റെ ഭാഗമായി ഇവര് സംസ്ഥാനത്തിനോട് അനുവാദം ചോദിച്ചു. സംസ്ഥാനം അനുവാദം കൊടുക്കണം. സംസ്ഥാനം ഇതാ അനുവാദം ഉടൻ കൊടുക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ട് വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിലൊരു തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവർക്ക് ഒരേ ആവശ്യം എന്താണെന്നറിയോ? ഒരേ ആവശ്യം, ഈ കരാറിൽ നിന്ന് ആര് പോകണം? MSC കമ്പനി ഈ കരാറിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതാണ്. അത് ഗോവിന്ദ മാഷ് പല പ്രാവശ്യം പറഞ്ഞു. അതായത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഈ കരാർ അനുവദിക്കരുത്. അതായത് ഓഹരി കൈമാറ്റത്തിന് സർക്കാർ അനുവദിക്കരുത്. അതാണ് ഇവരുടെ ആവശ്യം. അദാനിയുടെ 49% ഷെയർ വിൽക്കാൻ അനുവദിക്കരുത്, സമ്മതിക്കരുത്. അതിപ്പോ എങ്ങനെയാപ്പാ സമ്മതിക്കാതിരിക്കുക? അദാനിന്റെ കൈവശമുള്ള 75% ഷെയറുകളും അദാനിക്ക് വിൽക്കാമെന്ന് കരാറിൽ തന്നെ ഉണ്ട്. ഈ കരാറിൽ വളരെ കൃത്യമായി അദാനിക്ക് വേണമെങ്കിൽ അദാനിയുടെ ഈ ഷെയറിന്റെ 75% വിൽക്കാം. അദാനി ഇപ്പൊ 49% വിൽക്കുന്നുള്ളൂ. 51 ഇപ്പോഴും അദാനിയുടെ കയ്യിലുണ്ട്. അതെങ്ങനെ ഇപ്പൊ വിൽക്കാൻ പറ്റില്ല എന്ന് പറയാ? ഇവരെല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ തടയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ UDF സർക്കാരിന്റെ കീഴിൽ കേരളം വികസിക്കാൻ പാടില്ല. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടക്കാൻ പാടില്ല. വിഴിഞ്ഞം ഇതേപോലെ ഇങ്ങനെ കിടക്കണം. ഒരാളും ഇവിടെ വരരുത്, കപ്പൽ വരരുത്, അടച്ചു പൂട്ടണം. ഇതാണ് ഈ അന്തംഗമികളുടെ മുഴുവൻ മനസ്സിലിരിപ്പ്. നാം ആലോചിക്കണം നിങ്ങൾ, എത്രമാത്രം വിഷജീവികളാണ് ഇവര്, അല്ലേ? പൊളിറ്റിക്കൽ പോയിസൺ. അതാണ് എ റഹീം പറഞ്ഞത്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഷാഫി പറമ്പിലിനെ പറ്റിയിട്ടാണ് എ റഹീം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ എ റഹീം പറഞ്ഞ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറയുന്ന ആരാണെന്ന് അറിയോ? റഹീം ഉൾപ്പെടെയുള്ള ഈ CPM-കാരാണ്. രാഷ്ട്രീയ വിഷമാണ്, അല്ലെ? കൊടും വിഷം, മൂർഖമ്പാവിനേക്കാളും വലിയ വിഷമാണ്. ജനങ്ങൾ മുഴുവൻ, ഒരു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവര് പരിഹസിക്കല്ലേ? നാട് വികസിക്കരുത്, നാട് പുരോഗതിയിലേക്ക് പോകരുത്. അല്ല പിന്നെ എന്താ ഇവരുടെ ലക്ഷ്യം? അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പത്രത്തില് നമ്മളെ രാജീവ് എന്ന് പറയുന്നത് മുൻ വ്യവസായ മന്ത്രി P. രാജീവ് തോൽപ്പിച്ചു. എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷം P. രാജീവ് ഇവിടെ ചെണ്ടകൊട്ടി നടന്ന് പറയില്ലായിരുന്നു? കേരളത്തിലെ വ്യവസായം ഇങ്ങനെ പുഷ്പിക്കുകയാണ്. അത്ര കേരളത്തിലെ വ്യവസായത്തിന്റെ കുതിച്ചു ചാട്ടം. നമ്മൾ സാധാരണ ഒരു 10 വ്യവസായശാലകൾ 20 വ്യവസായശാലകളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞ വലിയ നേട്ടം. അതിന് പകരം മൂപ്പരെന്താ പറഞ്ഞറിയോ? 2 ലക്ഷം സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായത്രേ. 2 ലക്ഷം സംരംഭങ്ങൾ. ഇവിടെ പെട്ടിപ്പീഡിയ, ഐസ്ക്രീം വിൽക്കണ പെട്ടിപ്പീഡിയകൾ, അല്ലെങ്കിൽ ഈ ടൈലറിംഗ് ഷാപ്പുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഈ 1-2 ആൾക്കാർ അവരുടെ സമ്പാദ്യമൊക്കെ ചെലവഴിച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് മൂപ്പര് ഗംഭീര സംരംഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അർമാദിച്ചത്. 2 ലക്ഷം സംരംഭങ്ങളല്ലോ. എന്നിട്ട് അവസാനം ഒരു പുളുവടിയും മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയി പറഞ്ഞ് 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്.
എന്താണ് 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വിദേശ വ്യവസായി വന്നിട്ടുണ്ട്. അയാൾ പല സ്ഥലത്തും പോയത്രേ, ലോകത്തിന്റെ പല സ്ഥലത്തും വ്യവസായ സംരംഭം തുടങ്ങാൻ പോയി, അവിടെ ഒന്നും പറ്റിയില്ല. അപ്പൊ അയാളോട് ആരൊക്കെയോ പറഞ്ഞു, കേരളമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം, കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ പൂട്ടിപ്പിക്കും, ചുവന്ന കൊടിയും കുത്തും, പൂട്ടിപ്പിക്കും. കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ആന്തൂറിൽ ഒരു സാധനുണ്ട്, അയാള് പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അയാൾ കോടികൾ അയാൾ സമ്പാദിച്ച് നാട്ടിലെത്തി. നാട്ടിൽ അയാൾ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി, കുറെ പൈസ കടമെടുത്ത് അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ഉണ്ട്, ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറിന്റെ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, പി കെ ശ്യാമള എന്ന് പറഞ്ഞിട്ട്. ശ്യാമളയാണ് ആ നഗരസഭയുടെ ചുമതല, ആന്തൂർ നഗരസഭയുടെ. അപ്പൊ ശ്യാമള പറഞ്ഞു, ആന്തൂർ സാജനോട് പറഞ്ഞു, സാജ അന്റെ കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം താൻ തുടങ്ങില്ല. അപ്പൊ സാജൻ പറഞ്ഞു, കോടികൾ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ വിദേശത്ത് പണിയെടുത്തുണ്ടാക്കിയ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തത്, കോടികൾ കടം വാങ്ങി, ഒന്ന് അപേക്ഷ തരണം. അപേക്ഷ തരുന്ന പ്രശ്നമില്ല, നീ കുത്തുവാള എടുക്കട്ടെ, തരുന്ന പ്രശ്നമില്ല. സാജൻ ഒരു നിവൃത്തിയില്ലാതെ സാജൻ പോയി ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് പിറ്റേ ദിവസം ദേശാഭിമാനി എഴുതിയ സാജൻ ആത്മഹത്യ ചെയ്തത് പി കെ ശ്യാമള അനുമതി കൊടുക്കാത്തതുകൊണ്ടല്ല, സാജന്റെ ഭാര്യയുടെ അവിഹിത കഥ. സാജന്റെ ഭാര്യക്ക് സാജന്റെ എന്താ പറയാ ഡ്രൈവറുമായി ഒരു അവിഹിത ബന്ധമുണ്ട്, രണ്ടു കൂട്ടരുടെയും ഫോൺ സംഭാഷണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ്ട് ദേശാഭിമാനിയുടെ മുകൾ തന്നെ സ്റ്റോറി. ഇതുവരെ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ആ കള്ളക്കഥ എഴുതിയിട്ട്. ഇതൊക്കെയാണ് സഖാക്കള്. അപ്പൊ ഇതൊക്കെ ഇയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര ത്രില്ലായി. ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടല്ലേ ലോകത്തൊരു സ്ഥലത്തുമില്ലാതെ. പിന്നെ നോക്കുകൂലി, പിന്നെ പറഞ്ഞു നമ്മുടെ കിറ്റക്സിലെ സാബു എം ജേക്കബ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായശാല ഇവിടെ ആരംഭിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഓടിപ്പിച്ചു വിടുന്നു. പെട്ടെന്ന് നടക്കൂല, കിറ്റക്സിന്റെ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് ഓടിപ്പിച്ചു. അവസാനം തെലങ്കാനയിൽ പോയിട്ട് അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായശാല, 5000-ലേറെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന വ്യവസായശാല സാബു എം ജേക്കബ് തെലങ്കാനയിൽ സ്ഥാപിച്ചു. ഇതൊക്കെയാണ് കേരളത്തിന്റെ വ്യാവസായിക നേട്ടങ്ങൾ. പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രി ഇവിടെ ഉണ്ടാക്കിയ. മാത്രമല്ല ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടികളുടെ നഷ്ടമുണ്ടാക്കി. നഷ്ടം ഇവനാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ പി രാജീവ് ആരെന്ന് പറഞ്ഞ കേട്ടോ, അതാണ് പി രാജീവ്. ഞാൻ നേരത്തെ തള്ളിന്റെ കഥ പൂർത്തീകരിച്ചില്ല. അതായത് ഈ 3 ലക്ഷം കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വ്യവസായി ഇവിടെ വന്നു എന്ന് കാരണഭൂതത്തോട് പറഞ്ഞു. കാരണഭൂതം കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് പൊതുജനങ്ങളോട് പറഞ്ഞു, ഇതാ കേരളമാകെ മാറുകയാണ്, കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം ലോകത്ത് നിന്ന് ആൾക്കാർക്ക് എങ്ങനെ ഒഴുകുകയാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ചിട്ട് ആൾക്കാർ വരികയാണ്. ഇതാ ഒരു വ്യവസായി കഴിഞ്ഞ ദിവസം വന്നു, 3 ലക്ഷം കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പാണ് കേട്ടോ. എവിടെ പോയി ആ വ്യവസായി എവിടെ പോയി? കഥകൾ ഉണ്ടാക്കുക, കള്ളക്കഥകൾ ഉണ്ടാക്കുക. എവിടെയും കിട്ടുന്നു ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ കള്ളത്തരങ്ങൾ അല്ലേ? കള്ളത്തരം പറയുന്നതിന് ഒരു ആൾക്കാർ കേട്ടാ വിശ്വസിക്കുന്നൊക്കെ തോന്നിപ്പിക്കണ്ട. അമ്മാതി കള്ളത്തരം പറയണ്ടേ? 3 ലക്ഷം കോടി 3 കോടി എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാക്കി. 3 ലക്ഷം കോടി മുടക്കാൻ വേണ്ടിയിട്ട് വ്യവസായി വന്ന. അപ്പൊ വ്യവസായം കാണാനില്ല. എന്ത് വ്യവസായി ഇപ്പൊ കാരണബോധം ചോദിച്ചാൽ പറയാ ഞാൻ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും ചിലപ്പോ. അപ്പൊ രാജീവ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? വിഴിഞ്ഞം കരാർ വ്യവസ്ഥകളിലല്ല തർക്കം, ഓഹരി കൈമാറ്റത്തിന് മുമ്പ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതിലാണ്. ഈ രാജീവ് പറയാണ്, കരാർ വ്യവസ്ഥകളിലല്ല തർക്കം, ഓഹരി കൈമാറ്റത്തിന് മുമ്പ്. ഇവനിപ്പോഴും മനസ്സിലായില്ല. ഓഹരി കൈമാറിയിട്ടില്ല. എത്ര പ്രാവശ്യം പറയണം മൊയന്തേ? ഓഹരി കൈമാറ്റത്തിന് മുമ്പ് മുൻകൂർ അനുവാദം വാങ്ങിയോ എന്നതിലാണ്. മുൻകൂർ അനുവാദത്തിന് കത്ത് വന്നു. ഇവനക്ക് എന്താ വില വിളിക്കേണ്ടത്? ഉളുപ്പില്ലാതെ പറയാണ്, മുൻകൂർ അനുവാദം വാങ്ങിയില്ല. എന്താ പറയേണ്ടത്? മുൻകൂർ അനുവാദത്തിനാണ് കത്ത് കൊടുത്തത്. കത്ത് ഇവര് അനുമതി കൊടുക്കൂ ഉടൻ തന്നെ. അത് കഴിഞ്ഞിട്ട് വേറെ ചില നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞാൽ കരാറായി. അപ്പൊ കരാറിന്റെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇവരോട് ഒരാളും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാരണം അറിയാഞ്ഞിട്ടല്ല. ഇവർ പൊട്ടം കളിക്കാണ്. പക്ഷെ ഇവരെ അറിയുന്നില്ല. ആൾക്കാർ ഇവരെ നോക്കിയിട്ടേ പരിഹസിക്കുകയാണ്. നല്ല സഖാക്കന്മാരൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ലാൽ സലാം സഖാവ് ഇനിയില്ല, ഇനി പാർട്ടിയിലേക്കില്ല. മാനക്കേടാണ് ഇമാതിരി ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്.
അപ്പൊ ഇതാണ് ജസ്റ്റ് ഞാൻ ഈ മാതൃഭൂമിയിലെ വാർത്ത മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇന്നിറങ്ങിയ എല്ലാ പത്രത്തിലും അപ്പം ഗോവിന്ദന്റെ വക, പിണറായി വിജയന്റെ വക, കെ കെ രാഗേഷിന് പിന്നെ എന്താ വെച്ചാൽ അവിടെ MD മാറ്റി കളഞ്ഞു. അതാണ് മൂപ്പര. കെ രാഗേഷിന്റെ ആകെ പ്രശ്നം ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ ദിവ്യ എസ് അയ്യർ അവിടെ മാറ്റി കളഞ്ഞു. ദിവ്യ എസ് അയ്യർ എങ്ങനെയാ മാറ്റുക? അതാണ് മൂപ്പരുടെ ആകെ ചൊറിച്ചില്. ദിവ്യ എസ് അയ്യരെ മാറ്റി. ഞാൻ അതിനെപ്പറ്റി 2-3 വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു. കൂടുതൽ പറഞ്ഞ് കെ രാഗേഷിനെ നാറ്റിക്കുന്നില്ല. ആകെ നാറ്റക്കേസായി കിടക്കാണ്. ദിവ്യ എസ് അയ്യർ. ശരി, എന്നാൽ ബാക്കി വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ പറയാം. ഏറ്റവും വലിയ വിശേഷം പറയാണ്ട് ഐസക്കിന്റെ ഒരു കഥ കൂടി പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അദാനിയുടെ കൈവശമുള്ള ഷെയറിന്റെ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSCക്ക് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിനൊരു അവസാനമാവേണ്ടതാണ്. കാരണം ഇന്നലെ വളരെ കൃത്യമായി സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ പത്രലേഖകർക്ക് മുമ്പിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിക്കുന്ന കൂട്ടത്തിൽ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്തത്, ഇനി എന്താണ് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി കേട്ടോ. പക്ഷേ അന്തംഗമ്മികൾ എന്ന് പറഞ്ഞാൽ മൂത്ത നേതാക്കന്മാര് മുതൽ താഴോട്ടുള്ള എല്ലാ അന്തംഗമ്മികളും എന്നിട്ടും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ മനുഷ്യർക്കും, ഈ അന്തംഗമ്മികൾ ഒഴികെയുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഇതില് ഇവര് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള അപാകതയും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമിയിൽ വിഴിഞ്ഞത്ത് പോർമുഖം എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. വിഴിഞ്ഞത്ത് പോർമുഖം. അതിൽ പറയുന്നത് വളരെ കൃത്യമായി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതായിരുന്നു ഇന്നലത്തെ സതീശന്റെ ഈ പത്രലേഖകരോടുള്ള സതീശന്റെ മറുപടിയിൽ ഏറ്റവും പ്രധാനം സതീശൻ ഉയർത്തിയ ഈ ചോദ്യമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഒരു വിഭാഗം മാധ്യമങ്ങളും ഈ പറയുന്ന അന്തംഗമ്മികളും മുഴുവൻ പറയുന്നത് സതീശൻ എന്തോ വലിയ ഒരു പാതകം ചെയ്തു, സതീശന എന്തോ വലിയ തെറ്റ് ചെയ്തു. അപ്പൊ സതീശൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പറ, എന്താണ് ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? ആരും ഉത്തരം പറഞ്ഞില്ല കേട്ടോ, ഇനി എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-നാണ്. പിന്നെ എങ്ങനെയാണ് നേരത്തെ അറിയുന്നത്? സതീശൻ നേരത്തെ അറിഞ്ഞു എന്നൊക്കെയായിരുന്നു ഇവര് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, മെയ് 18-നാണ് സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. മെയ് 18 കഴിഞ്ഞ് ജൂൺ 18, ഇത് ജൂലൈ മാസം 18 ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ 1.5 മാസമായിട്ടേ ഉള്ളൂ, 2 മാസമായിട്ടില്ല.